ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നായ്ക്കളെ പേടിയുള്ളതുകൊണ്ട് ബാലചന്ദ്രമേനോൻ കാറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഡോറിൽ നിന്നുള്ള പിടി വിടുകയോ ഡോർ അടയ്ക്കുകയോ ചെയ്തില്ല. വീടിനുള്ളിൽ നിന്ന് അലീന ഓടിയിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. അവൾ അയാളുടെ മുൻപിൽ വന്നു നിന്നു. ആഹ്ലാദം പതഞ്ഞു തുളുമ്പുന്ന ചിരിയോടെ അവൾ വിളിച്ചു, "അച്ഛ!" അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അയാളോടുള്ള സ്നേഹവും ക്ഷേമാന്വേഷണവും അവളെ ഇവിടെ എത്തിച്ചതിനുള്ള നന്ദിയും ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അയാളെ കണ്ടതിലുള്ള അത്ഭുതവും ആനന്ദവും എല്ലാം. "ഞാൻ വിളിക്കണോ മോളേന്ന്?" ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "പിന്നെ വേണ്ടേ?" ബാലചന്ദ്രമേനോൻ തൊണ്ട ചിനക്കി ശബ്ദം ശരിയാക്കിയ ശേഷം അറ്റൻഷനായി നിന്ന് വിളിച്ചു, "മോളെ." ഒരു സല്യൂട്ട് കൂടി അടിച്ചിരുന്നെങ്കിൽ ഗംഭീരമായനെ. അലീന ചിരിച്ചുകൊണ്ട് വലതു കൈ നീട്ടി. ബാലചന്ദ്രമേനോനും കൈനീട്ടി. ഒരു ഷെയ്ക്ക് ഹാൻഡ്. "നിനക്ക് സുഖമാണോടി മോളെ? എന്നെ കണ്ടിട്ട് അച്ഛൻ എന്തു തോന്നുന്നു?" "ഇത്തിരി കൂടി നിറം വെച്ച പോലെ തോന്നുന്നു." "പിന്നെ ഒരല്പം കൂടി മിനുങ്ങി." ബാലചന്ദ്രമേനോൻ സന്തോഷത്തോടെ പറഞ്ഞു. "അത്രയ്ക്ക് ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അച്ഛ. 1 മാസമായോ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട്?" "അതെനിക്കറിയില്ല. പക്ഷേ അന്നത്തെ നിന്റെ മുഖം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്ക് നിന്നെ കൊണ്ടുവിട്ട് കളയാൻ വന്നതുപോലൊരു ഭാവം. ഇവിടെ വേണ്ടായിരുന്നു അച്ഛ എന്ന് നീ എന്നോട് പറഞ്ഞെങ്കിലും നിന്റെ മനസ്സിൽ ആ പരിചിതി ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പോലെ നിറഞ്ഞ കണ്ണുകളുമായി നീ ഈ മുറ്റത്ത് നോക്കി നിന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴാ അച്ഛൻ അന്ന് ഇവിടെ കൊണ്ടുവിട്ടത് തെറ്റായെന്ന് തോന്നുന്നുണ്ടോ?" അലീനയുടെ മിഴികൾ പെട്ടെന്ന് നനഞ്ഞു. "ഇല്ലച്ച, ഒരിക്കലുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛനല്ലാതെ വേറൊരാളും ഇങ്ങനെയൊരു ത്യാഗവും ചെയ്യില്ലെന്നും എനിക്ക് അറിയാലോ." അവൾ അയാളുടെ കൈത്തലം പിടിച്ച് തൻ്റെ കവിളത്തേക്ക് അണച്ചു. "എത്ര കോടി നന്ദി പറയണം ഞാൻ അച്ഛനോട്." ബാലചന്ദ്രമേനോൻ്റെ മനസ്സ് നിറഞ്ഞു. "നീ എന്നെ ഇവിടെ തന്നെ നിർത്തി വർത്തമാനം പറഞ്ഞ് തിരിച്ചയക്കുമെന്നൊന്നും പ്ലാനില്ലല്ലോ. അച്ഛനല്ലേ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്." അലീന കണ്ണു തുടച്ചുകൊണ്ട് പരിഭവിച്ചു. "നായ്ക്കളെ പേടിച്ചിട്ട് നിന്നതാ. ആക്രമിക്കാൻ വന്നാൽ ചാടി കാറിനുള്ളിൽ കയറി രക്ഷപ്പെടാമല്ലോ. ഇവിടുത്തെ നായ്ക്കൾ അങ്ങനെയൊന്നും ആരെ ഉപദ്രവിക്കത്തില്ല അച്ഛാ. ശത്രുക്കളെയും മിത്രങ്ങളെയും അവർക്ക് തിരിച്ചറിയാം. അല്ലെങ്കിലും അമിത ശൗര്യക്കാരൊന്നും തുറന്നു വിടാറുമില്ല. അച്ഛൻ വാ." അലീന അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സിറ്റൗട്ടിന് നേർക്ക് നടക്കാനാഞ്ഞു. "നിൽക്ക്, 1 മിനിറ്റ്." ബാലേന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിൻ്റെ പിൻസീറ്റിൽ വെച്ചിരുന്ന ഒരു പാക്കറ്റ് എടുത്ത് അലീനയുടെ നേർക്ക് നീട്ടി. "ഇതെന്താ അച്ഛാ?" "അച്ഛൻ മോളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ?" "താങ്ക് യു അച്ഛ." അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. ബാലചന്ദ്രമേനോനെയും കൂട്ടി അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇരിപ്പുമുറിയിൽ വെച്ച് ഔതുക്കുട്ടിച്ചായൻ അലീനയോട് വന്നിരിക്കുന്നത് ആരാണെന്ന് അന്വേഷിച്ചു. "ഇത് അച്ഛൻ." അലീന പരിചയപ്പെടുത്തി. "അച്ഛനാണെന്ന് എനിക്ക് പപ്പയെ കണ്ടുപിടിച്ചു തന്നതും ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതും. ഇവിടെ വരുന്നതിന് മുൻപ് കുറേ നാൾ ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്." തുടർന്ന് ബാലചന്ദ്രമേനോന് ഔതുക്കുട്ടിച്ചായനെയും അവൾ പരിചയപ്പെടുത്തി. "ഞാനന്ന് അലീനയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ?" ബാലചന്ദ്രമേനോൻ പറഞ്ഞു. "ഇല്ല, ഇവിടെ താമസം തുടങ്ങിയ ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത്." ഔതുക്കുട്ടിച്ചായൻ മറുപടി നൽകി. അലീന ബാലചന്ദ്രമേനോനെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. "അച്ഛൻ എന്താ വേണ്ടത്?" "ചായ, കോഫി, ലെമൺ ജ്യൂസ്, നിനക്കിഷ്ടമുള്ളത് തന്നേക്ക്." ബാലചന്ദ്രമേനോൻ ഒരു കസേരയിലിരുന്നു. "നേരം ഉച്ചയാകാൻ പോകുമല്ലേ, ചായയും കാപ്പിയും വേണ്ട. ലെമൺ ജ്യൂസ് ആയിക്കോട്ടെ." അലീന ഉടൻ ജ്യൂസ് തയ്യാറാക്കി. "പിണങ്ങിപ്പോയ കുക്ക് തിരിച്ചു വന്നില്ലേ?" ബാലചന്ദ്രമേനോൻ ചോദിച്ചു. "ഇതുവരെ ഇല്ല. ഇപ്പം ഞാനല്ലേ ഇവിടുത്തെ ചീഫ് കുക്ക്." അലീന ചിരിയോടെ പറഞ്ഞു. "ഇനി അച്ഛൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ച് പറ." "അവിടെ എന്താ, എല്ലാം പതിവ് പോലെ. വൈജയന്തി കോളേജിൽ പോയി തുടങ്ങിയ വിവരം നീ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നടക്കാനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ അച്ഛാ?" "എനിക്കറിയില്ല, ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല." അലീന അയാളുടെ മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ ഇരുന്നു. തൻ്റെ അമ്മയോടൊപ്പം 22 വർഷക്കാലത്തോളം സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിച്ച ആളാണ് താൻ. ആ വീട്ടിൽ ചെന്നതോടെയാണ് അവർ തമ്മിലുള്ള ബന്ധം തകർന്നത്. തൻ്റെ ജന്മരഹസ്യമാണ് അതിൻ്റെ മൂലകാരണം. ഇനി എന്തെങ്കിലും അച്ഛനും അമ്മയും കൂടി ഒത്തുചേർന്ന് പഴയ പോലെ സ്നേഹപൂർണമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുമോ? "നീ എന്താ ആലോചിക്കുന്നത്?" അവളുടെ മനസ്സിൽ കണ്ടിട്ടെന്ന പോലെ ബാലചന്ദ്രമേനോൻ ചോദിച്ചു. "എത്ര സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു എൻ്റെ അച്ഛൻ്റേത്. ഞാൻ വന്നു അത് താറുമാറാക്കിയല്ലോ." "അത് ഒന്നുമായിരുന്നില്ല മോളെ." ബാലചന്ദ്രമേനോൻ ഗ്ലാസ് ഉയർത്തി അതിൻ്റെ പകുതിയോളം കുടിച്ചു. "എൻ്റെ കുടുംബവും ദാമ്പത്യ ജീവിതവും നീ മൂലം തകർന്നല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട. ജയന്തി ആദ്യം മുതലേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ലായിരുന്നു.
എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പുല്ലുവില പോലും അവൾ കൽപ്പിച്ചിട്ടില്ല. അവളുടെ ഇഷ്ടമെന്താ അത് നടക്കും. അവൾ ആഗ്രഹിച്ചത് നിറവേറണം. എല്ലായിടത്തും അവളെ അധീശത്വം സ്ഥാപിക്കണം. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ താല്പര്യം കൂടി കണക്കിലെടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ കലാപമുണ്ടാക്കി. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അതിനെയെല്ലാം വഴങ്ങി. പക്ഷെ നീ എൻ്റെ വീട്ടിൽ വന്നത് മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അധികാരം പ്രയോഗിച്ചും അടിച്ചമർത്തിയും കലഹിച്ചും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കുന്നതല്ല സ്നേഹമെന്ന്. സ്നേഹമെന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടാനുള്ള സന്നദ്ധതയാണ്. അത് സ്നേഹിക്കുന്ന ആളിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുക്കും. സ്നേഹിക്കുന്ന ആളിൻ്റെ സന്തോഷങ്ങൾ സ്വന്തം സന്തോഷങ്ങളായി അത് ഏറ്റെടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താനുള്ള മനസ്സ് യഥാർത്ഥ സ്നേഹമെന്നാണ് നീ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് അതൊന്നുമല്ല കാരണം, അലീന വാദിച്ചു. അതും കാരണമാണ്. എന്നിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നവളായിരുന്നു ജയന്തിയെങ്കിൽ ചിലപ്പോൾ കഥ മറ്റൊന്നായേനെ. ഞാൻ ഒരു പക്ഷേ ചിലതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറാകുമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. 23 വർഷക്കാലം ഒരു കൊടും വഞ്ചന മറച്ചു പിടിച്ചുകൊണ്ട് പതിവ്രതയോടെ നോബൽ സമ്മാനം കിട്ടിയവൾ എന്ന നിലയിൽ എന്നോട് കാട്ടിയ ധാർഷ്ട്യവും അഭിനയിച്ച പ്രഹസനങ്ങളും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും രോക്ഷത്തിൻ്റെ നീരാവി പാറുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അമ്മയെപ്പറ്റി പറയുമ്പോൾ അച്ഛൻ്റെ ചോര തിളയ്ക്കുന്നു ഇപ്പോഴും. അച്ഛൻ ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ കാണാനേ പറ്റില്ലായിരുന്നു. അലീന വിഷയം മാറ്റി. അതെന്താ? ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പപ്പയുടെ തറവാട്ടിൽ പോയതാ, പുനലൂര്. ഇന്നാ തിരിച്ചെത്തിയത്. അവരൊക്കെ എങ്ങനെയാ നിന്നോട്? ഇണങ്ങിയോ? നീ ഇപ്പോൾ രോഹിത്തിനെ വിളിക്കാറില്ലേ? മിനിഞ്ഞാന്നും വിളിച്ചിരുന്നല്ലോ പുനലൂരുന്ന്. എന്താച്ചാ ചോദിച്ചേ? ഒന്നുമില്ല. നിന്റെ കാര്യങ്ങളൊന്നും അവൻ ഈയിടെ എന്നോട് പറയാറില്ല. ഭവതിയും കൃഷ്ണമോളും വിളിച്ചിട്ട് 3-4 ദിവസമായി. അവരെല്ലാം നന്നായിട്ടിരിക്കുന്നു അച്ഛാ. എക്സാം തുടങ്ങിയവരല്ലേ. അടുത്ത തിങ്കളാഴ്ച. രോഹിത്തിനെ ഏപ്രിലിലും. കൃഷ്ണമോളെ എപ്പോഴും ഇരുന്ന് വായിക്കുന്നത് കാണാം. രോഹിത് മുറിയിൽ കയറി വാതിലടച്ചാൽ പിന്നെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അച്ഛൻ അവരോട് സംസാരിക്കാറില്ലേ? ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെയായി. നീ ഉണ്ടായിരുന്നപ്പോഴത്തെ സ്ഥിതിയല്ല. ജയന്തി വന്നയുടനെ മക്കൾ തമ്മിലുള്ള ആ യൂണിറ്റി ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്തത്. രോഹിത്തിന് ക്ഷമയുള്ളത് കൊണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭവതിയിൽ പഴയ മൂശേട്ട് വന്നു കയറി. ദേഷ്യം വന്നാൽ ഷൗട്ടിങ്, കയ്യിൽ കിട്ടിയതെടുത്ത് വലിച്ചെറിയൽ, നിരാഹാരം തുടങ്ങി എല്ലാ അഭ്യാസങ്ങളും തിരിച്ചു വന്നു. അവളും ജയന്തിയും ചില നേരം നേർക്കുനേർ നിൽക്കുന്നത് കണ്ടാൽ കീരയും പാമ്പുമാണെന്ന് തോന്നും. കണ്ടോ, അച്ഛൻ അവരോട് സംസാരിക്കാത്തത് കൊണ്ടല്ലേ? അലീന പരാതിപ്പെട്ടു. ഐക്യവും ശാന്തിയും ഇല്ലാത്തിടത്ത് സംഭാഷണങ്ങൾക്ക് എന്തർത്ഥം? അതൊരു തരം വഴിപാട് കഴിക്കൽ മാത്രമായി പോകും. ഞാനും മക്കളും കൂടി ഒന്നിച്ചിരിക്കുന്നത് കണ്ടാൽ ജയന്തി കൃഷ്ണമോളെയോ ഭവതിയോ വിളിച്ച് എന്തെങ്കിലും ജോലി ഉടൻ ഏൽപ്പിച്ചു കൊടുക്കും. എഴുന്നേറ്റ് ചെല്ലുന്നില്ലെങ്കിൽ സൗകര്യം കൊടുക്കത്തില്ല. ആ ജോലി ചെയ്യണമെന്നില്ല, എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാലും മതി. ഇങ്ങനെയൊരു അന്തരീക്ഷത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് ശാന്തമായി സംസാരിക്കാൻ പറ്റുമോ? അവർക്കറിയാം ആ ഒത്തുകൂടൽ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുമെന്ന്. അച്ഛന് അമ്മയെ ജയിക്കാൻ കഴിഞ്ഞില്ല, അതല്ലേ സത്യം? മക്കളുടെ മുമ്പിൽ അച്ഛൻ എല്ലായ്പ്പോഴും തോറ്റുപോയ ആളാണ്. മറ്റൊരാളെ ജയിക്കലാണോ മോളെ വിവാഹ ജീവിതം? അല്ലല്ലോ. ജയിക്കാൻ വേണ്ടി ഏതു ഹീനമാർഗവും വഞ്ചനയും കള്ളത്തരങ്ങളും കുൽസിത ബുദ്ധിയും പ്രയോഗിക്കാൻ മടിയില്ലാത്തവളോട് എന്തിനും മത്സരം. അല്ലെങ്കിലും തോറ്റുപോയവൻ്റെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത്. ജയന്തിയുടെ മകളാണു നീ എന്നറിഞ്ഞ ആ ദിവസം ഞാൻ എൻ്റെ പരാജയം അംഗീകരിച്ചു കഴിഞ്ഞു. മനസ്സുകൊണ്ട് ഞാൻ ആ ബന്ധവും വേർപെടുത്തി. പക്ഷേ മക്കൾക്ക് അറിയില്ലല്ലോ അച്ഛാ. അവരും അറിയും, എന്നെങ്കിലും അറിയണം. അലീന ഉൾക്കിടിലത്തോടെ ബാലചന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മറച്ചു വയ്ക്കുന്ന സത്യങ്ങൾ മനസ്സിൻ്റെ ഭാരമാണ്. അത് ചുമക്കുന്നവൻ സ്വാതന്ത്ര്യം അറിയുന്നില്ല. അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അലീന ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം, ബാലചന്ദ്രമേനോൻ മന്ത്രിച്ചു. അത് കുടിച്ചാൻ ഡൈനിങ് റൂമിലേക്ക് വന്നതോടെ ആ വിഷയം രണ്ടുപേരും അവസാനിപ്പിച്ചു. അച്ഛൻ ശരണ്യെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ? ഇല്ല, അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ശിവേട്ടൻ്റെ മോൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നറിയാം. പത്രത്തിലുണ്ടായിരുന്നു. ഹരിക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പ്രതികൾക്കും ജാമ്യം കിട്ടിയെന്ന് ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അതൊരു ദിവസം മനുവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവൻ നിന്നെ വിളിക്കാറുണ്ടോ? അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. കുസൃതിയും സംശയവും ചെറുചിരിയും കലർന്ന ആ നോട്ടത്തിൽ അലീന ചെറുതായൊന്ന് ചൂളി.
എന്നും വിളിക്കാറില്ല, ആഴ്ചയിൽ 1-2 തവണ. ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വച്ചാ, അവൻ പറഞ്ഞു. അതുമാത്രം. ഞാനൊരു 3/4 മണിക്കൂർ നേരം വിസ്തരിച്ചു. എന്നിട്ടും തീരാഞ്ഞ് ബാക്കി പിന്നെ പറയാം അങ്കിളെ എന്നും പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത്. ഇവിടെ വന്നിട്ട് മനുവേട്ടന് സന്തോഷമായിരുന്നോ? അതെന്തൊരു ചോദ്യമാ. അവൻ ഇങ്ങനൊന്നും വിചാരിച്ചിരിപ്പുണ്ടല്ലോ വന്നത്. പാല കടപ്പാട്ടൂരെ ഒരു വീട്ടിൽ അടുക്കള ജോലിക്ക് നിന്ന പെണ്ണ്. അവൾ ഒരു വലിയ വീട് ഭരിക്കുന്ന ജോലിക്കാരിയായി നിർദ്ദേശങ്ങൾ നൽകുന്നു. മനുവിനെ കാറിൽ കൊണ്ടുപോയി തോട്ടം കാണിക്കുന്നു. അവൻ്റെ കണ്ണിൽ എല്ലാം അത്ഭുതങ്ങളാണ്. മുനികുമാരി ചക്രവർത്തിനിയായതുപോലെ. ഷോ, അങ്ങനെയൊന്നുമില്ലെന്നേ. അലീനയ്ക്ക് നാണം വന്നു. ഞാൻ അവനോട് ഒടുക്കം ചോദിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് പോയ അലീനയുടെ കാര്യം തന്നെയാണോടാ നീ പറയുന്നതെന്ന്. അതാണ് അവൻ്റെയും അതിശയം. അല്ലെങ്കിലും നിന്റെ കാര്യം പറയുമ്പം അവൻ്റെ മുഖത്തെ ചിരിയും സന്തോഷവും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തനിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പറയണമെന്നുണ്ടായിരുന്നു അലീനയ്ക്ക്. പക്ഷെ അവതക്കുട്ടിച്ചായൻ അടുത്തുണ്ട്. ഇത്രയും നാൾ ആരിൽ നിന്നും ഒന്നും ഒളിച്ചു പിടിക്കാനില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലൊരു കള്ളത്തരം ജനിച്ചിരിക്കുന്നു. തോട്ടത്തിലേക്ക് പോയിരുന്ന സ്റ്റാൻലി ഉച്ചയൂണിൻ്റെ സമയത്ത് തിരിച്ചെത്തി. മുറ്റത്തൊരു കാർ കിടക്കുന്നത് കണ്ട് സംശയത്തോടെയാണ് അയാൾ വീടിനുള്ളിലേക്ക് കയറി വന്നത്. ബാലചന്ദ്രമേനോൻ അലീനയോടൊപ്പം അവളുടെ മുറിയിലിരുന്ന് സ്റ്റാൻലിയെ കണ്ടതും ബാലചന്ദ്രമേനോൻ എഴുന്നേറ്റു. വലിയ സന്തോഷത്തിൽ അടുത്തേക്ക് ചെന്നു കൈ നീട്ടി. ഹലോ മിസ്റ്റർ സ്റ്റാൻലി. ഹലോ, ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഹസ്തദാനം നൽകി. അച്ഛനെ കണ്ടിട്ട് പപ്പയുടെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലെന്ന് അലീനയ്ക്ക് ശ്രദ്ധിച്ചു. ഊണ് കഴിച്ചില്ലല്ലോ ബാലചന്ദ്രമേനോൻ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. സ്റ്റാൻലി അയാളെ ക്ഷണിച്ചു. അലീന പോയി എല്ലാവർക്കും ഊണ് വിളമ്പി. ഇന്ന് കറികളൊക്കെ കുറവാണ്. ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ഇതെല്ലാം. അച്ഛൻ ഇന്ന് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ. അലീന പൂർത്തിയാക്കാതെ നിർത്തി. സദ്യ ഉണ്ണാനല്ലല്ലോ ഞാൻ വന്നത്, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ. അച്ഛൻ ഇവിടെ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പോയിന്ന് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് നിനക്ക് തോന്നാൻ പാടില്ല. സ്റ്റാൻലി ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചു. ബാലചന്ദ്രമേനോൻ അവളോട് സംസാരിക്കാൻ ഭാവിച്ചപ്പോൾ ഊണ് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു നിരുത്സാഹപ്പെടുത്തി. ഭക്ഷണത്തിന് ശേഷം സ്റ്റാൻലി ബാലചന്ദ്രമേനോട് തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ സിഗരറ്റ് പാക്കറ്റ് മേനോൻ്റെ നേർക്ക് നീട്ടി. ഹാവ് എ സിഗർ? നോ താങ്ക്സ്. ഞാൻ പുകവലിക്കുമായിരുന്നു. അലീന നിരോധിച്ചു കളഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും കണ്ടുകൂടാ. അവരത് ഉപയോഗിക്കാറില്ല എന്നത് മാത്രമാണ് അതിന് കാരണം. അതിന് ആരോഗ്യത്തോടും കേടുവരുമല്ലോ, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അതിനേക്കാൾ കേടുവരുത്തുന്ന എന്തെല്ലാമാണ് നമ്മൾ കഴിക്കുന്നത്. വിഷാംശം കലർന്ന പച്ചക്കറികളും പഴങ്ങളും, കേടുവരാതിരിക്കാൻ രാസപദാർത്ഥങ്ങൾ ചേർത്ത മത്സ്യവും മാംസവും. ഏതെങ്കിലും ടൗണിൽ 1/2 മണിക്കൂർ നിന്നാൽ മതി കാർബൺ മോണോക്സൈഡ് കൊണ്ട് ശ്വാസകോശം നിറയാൻ. ഇതിനെല്ലാം പുറമെ സിഗരറ്റ് പുകയും കൂടി വേണോ എന്നാണ് അലീനയുടെ ചോദ്യം. ഇവിടെ അവൾ ചോദ്യം എൻ്റെ റൂമിൽ കയറുകയില്ലായിരുന്നു. വാതിലിനപ്പുറത്ത് നിൽക്കും. സിഗരറ്റും മദ്യവുമുള്ള മുറി അവൾ വിലക്കി. ഞാനതൊന്നും വകവെച്ചില്ല. നമ്മൾ വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് അവൾ ആധിപത്യം സ്ഥാപിക്കുന്നത്. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ തെളിയിച്ചു കൊളുത്തി. അലീനയ്ക്ക് ഈ വീടും ചുറ്റുപാടുമൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആദ്യം അവൾക്കൊരു മടിയുണ്ടായിരുന്നു ഇവിടെ താമസിക്കാൻ. ബാലചന്ദ്രമേനോൻ പറഞ്ഞു, ഇവിടെ ഇഷ്ടമാകാതിരിക്കാൻ കാരണമൊന്നുമില്ല. അവൾക്കൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഇവിടെ അവൾ വീട്ടുവേലക്കാരിയുമല്ല. സ്റ്റാൻലി ഒടുവിൽ പറഞ്ഞ ബാലചന്ദ്രമേനോന്റെ മനസ്സിൽ കൊണ്ടു. എൻ്റെ വീട്ടിൽ അവൾ ഒരു വേലക്കാരിയായിട്ടാണ് വന്നു ചേർന്നത്. എന്നാൽ അവൾ ആരാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ അവളെ എൻ്റെ മോളെപ്പോലെ കരുതിയിട്ടുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും അവളെ സംബന്ധിച്ച് സത്യങ്ങൾ അറിയില്ല. എന്നിട്ട് പോലും അവർ സ്വന്തം കൂടപ്പറപ്പിനെ എന്ന പോലെ അവളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന് 100 ഇരട്ടി വിലയുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വാത്സല്യത്തിന്. അതിനേക്കാൾ വിലയുണ്ട് എൻ്റെ മക്കൾ അവൾക്ക് നൽകുന്ന ബഹുമാനത്തിനും സ്നേഹത്തിനും. ഞാൻ മിസ്റ്റർ മേനോനെ ഒട്ടും കുറച്ച് കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞ അത്രയും ശരിയാണ്. നിങ്ങളാണ് എൻ്റെ മോളെ ഇവിടെ എത്തിച്ചു തന്നത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരുകയുമില്ല, സ്റ്റാൻലി പറഞ്ഞു. ബാലചന്ദ്രമേനോൻ മൗനമായിരുന്നു. സ്റ്റാൻലി സിഗരറ്റിനറ്റത്തെ ചാരം ആ സ്ട്രേയിൽ തട്ടിയിട്ട് തുടർന്നു. ഞാൻ ഇനി പറയാൻ പോകുന്നത് നന്ദികേടാണെന്ന് വിചാരിക്കരുത്. ഞാൻ അലീനയുടെ വിവാഹം നടത്താൻ ആലോചിക്കുന്നുണ്ട്. മിക്കവാറും 1 വർഷത്തിനകം. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബക്കാരും അലീനയുടെ പാസ്റ്റ് അന്വേഷിക്കും. ഒന്നും മറച്ചു വെച്ചുകൊണ്ടുള്ള വിവാഹം സാധ്യമല്ല. അതൊരു ചതിയായിട്ടേ മറ്റുള്ളവർ കണക്കാക്കൂ. വിവാഹത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു അഫെയറിൽ ജനിച്ച മകൾ എന്ന് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷേ അവളുടെ അമ്മ ആരാണെന്നോ ആ വകയിലൂടെ കുടുംബക്കാർ ആരൊക്കെയാണെന്നോ വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ബാലചന്ദ്രമേനോൻ ശരിവെച്ചു. പക്ഷേ സ്വാഭാവികമായും ഒരന്വേഷണം ഉണ്ടാകുമല്ലോ. പെൺകുട്ടിയുടെ അമ്മ ആരാണെന്ന്, ജീവിച്ചിരിപ്പുണ്ടോ, ബന്ധുക്കളുണ്ടോ എന്നെല്ലാം. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ വകയിൽ ബന്ധുക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്ന ഉത്തരത്തിനു മാത്രമായിരിക്കും അത്തരം ചോദ്യങ്ങളുടെ എല്ലാം വാമിടിക്കെട്ടാൻ കഴിയും. അതോടുകൂടി ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ആയിക്കോളും. ബാലചന്ദ്രമേനോൻ ഞെട്ടിച്ചുളഞ്ഞു. സ്റ്റാൻലി എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. ഒരു കവൾ പുകയെടുത്തിട്ട് സ്റ്റാൻലി തുടർന്നു. അമ്മ മരിച്ചുപോയി, കുടുംബക്കാരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. സാഹചര്യങ്ങളും കൂടി അതിന് ഒത്തിണങ്ങിയിരിക്കണം. ഉദാഹരണത്തിന്, അതിനുശേഷം മിസ്റ്റർ ബാലചന്ദ്രമേനോൻ കുറച്ച് ദിവസം മുൻപ് ഇവിടെ വന്നുപോയ മനുശങ്കർ എന്ന പയ്യനെ ഇവിടെ വെച്ചു കാണാനിടയായി എന്നിരിക്കട്ടെ. ഇതാരാണെന്ന് അലീനയുടെ ഹസ്ബൻഡോ മറ്റോ ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? ഒന്നുകിൽ കള്ളം പറയണം, അല്ലെങ്കിൽ സത്യം പറയണം. രണ്ടും നന്നല്ല. ഇപ്പോൾ ബാലചന്ദ്രമേനോന് മനസ്സിലായി, ഈ റിട്ടയർഡ് കേണൽ കേവലം നിറത്തോക്കല്ല, നെഞ്ചിനു നേർക്ക് ഉന്നം വെച്ചിരിക്കുന്നത് പീരങ്കിയാണെന്ന്. ബാലചന്ദ്രമേനോന്റെ ചുണ്ടുകളിൽ നിന്നാഗർഭമായ ഒരു ചെറുചിരി പടർന്നു. ഞങ്ങളാരും അലീനയെ കാണാൻ ഇവിടെ വരാൻ പാടില്ലെന്ന് അല്ലേ? അത് ആ അർത്ഥത്തിൽ എടുക്കേണ്ട മിസ്റ്റർ മേനോൻ. നിങ്ങളുമായുള്ള സമ്പർക്കം അവൾക്ക് ദോഷമായിട്ടാണ് ഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അവളുടെ അഭ്യുതകാംക്ഷി എന്ന നിലയിൽ ആലോചിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലായി. വിശദീകരിക്കേണ്ട. വിശദീകരണം പാലായിൽ നിന്ന് ആളുകൾ വന്നു പോകുന്നത് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കും. നിങ്ങളുടെ മക്കളും ബന്ധുക്കളുമെല്ലാം അലീനയെ ഫോണിലും വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഗുണമൊന്നുമില്ലതാനും. അവളുടെ നല്ല ഭാവിയെക്കുറിച്ച് കരുതലുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം. അലീന അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അവൾക്ക് എന്തറിയാം? 24 വയസ്സല്ലേ ഉള്ളൂ. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം അവൾക്ക് വേണം. അത് അവളുടെ മനസ്സിൻ്റെ ഭക്ഷണമാണ്. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ആയിരിക്കും. പക്ഷേ ഇഷ്ടമുള്ളിടത്തെല്ലാം മേഞ്ഞു നടന്ന് അകത്താക്കേണ്ട ഭക്ഷണമല്ല സ്നേഹം. കയറി നറ്റത്ത് പിടിച്ചുകൊണ്ട് നടന്ന് മേയ്ക്കേണ്ട പ്രായമുണ്ട്. അതാത് കാലങ്ങളിൽ ഓരോരോ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. അലീനയ്ക്ക് ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ചിട്ടാണോ അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത്? ബാലചന്ദ്രമേനോന്റെ ചോദ്യത്തിൻ്റെ എതിർപ്പ് മുന്നുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടം കൂടി നോക്കും. പക്ഷെ അവൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരപ്പനല്ല ഞാൻ. എന്ന് വെച്ച് നിർബന്ധപൂർവം ഒന്നും അടിച്ചേൽപ്പിക്കുകയുമില്ല. നാട്ടാചാരം എന്താണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവളെ കൊണ്ടുകൂടി അംഗീകരിപ്പിക്കാൻ കഴിയുന്ന വിവാഹാലോചനയെ നടത്തൂ. താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ മനുശങ്കർ എന്ന ചെറുപ്പക്കാരനും അലീനയും തമ്മിൽ ഇഷ്ടമാണെന്നറിയാമോ? ബാലചന്ദ്രമേനോന്റെ വാക്കുകളിൽ ഒരു വെല്ലുവിളി ഒളിഞ്ഞിരുന്നു. അതൊക്കെ ഉണ്ടാവാം. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ആകൃഷ്ടരാകാറുണ്ട്. അതങ്ങനെ തന്നെ വേണം. അങ്ങനെയാണ് പ്രകൃതി നിയമം. വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. നോക്കൂ മിസ്റ്റർ മേനോൻ, പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നില്ല. ഒന്നിച്ച് ജീവിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിക്കുന്നുമില്ല. ബാലചന്ദ്രമേനോൻ മുഷിഞ്ഞു. തർക്കത്തിനല്ല ഞാൻ. മനുവിനും അലീനയ്ക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് വാക്കു കൊടുത്തിട്ടുണ്ട്. പാല കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുടുംബവുമായി ഇനി യാതൊരുവിധ ബന്ധവും ഞാൻ തയ്യാറല്ല മിസ്റ്റർ മേനോൻ. ഞാനത് സമ്മതിക്കില്ല. സ്റ്റാൻലിയുടെ സ്വരത്തിൽ മാറ്റം വന്നു. ഞാനാണ് അലീനയെ ഇവിടെ എത്തിച്ചതെന്ന് എന്ന കാര്യം മറക്കരുത്. ബാലചന്ദ്രമേനോൻ ഓർപ്പിച്ചു. എൻ്റെ മകളെയാണോ നിങ്ങൾ എനിക്ക് എത്തിച്ചു തന്നെന്ന കാര്യവും നിങ്ങളും മറക്കില്ലല്ലോ. സ്റ്റാൻലിയുടെ മുഖഭാവം കർക്കശമായി. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ ഭാര്യയുടെയും കൂടി മകളാണ് അലീന. അവളുടെ അമ്മ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ബാലചന്ദ്രമേനോൻ മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. വാതിൽ ഞെരങ്ങിയ ശബ്ദം കേട്ട് രണ്ടുപേരും പെട്ടെന്ന് തലതിരിച്ചു നോക്കി. വാതിൽക്കൽ തുറന്നു പിടിച്ചുകൊണ്ട് അലീന നിൽക്കുന്നു. അവൾ അകത്തേക്ക് കടന്നു വന്നു. സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെ മുഖം മുറുകിയിരിക്കുന്നു. എന്തു പറ്റി? എന്താ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്? അലീന ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. എന്തിന്? മിസ്റ്റർ സ്റ്റാൻലി നിനക്ക് വിവാഹം ആലോചിക്കാൻ പോണത്രേ. ഞാൻ പറഞ്ഞു മനുശങ്കറും നീയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതാണ് ഉചിതമെന്ന്. അവന് നിന്റെ അടുത്തുള്ള സ്നേഹം നിനക്കറിയാമല്ലോ. അതുപോലെ നിനക്ക് അവനെയും സ്നേഹമാണെന്ന് എൻ്റെ അറിവ്. പക്ഷേ പപ്പ പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടക്കാനേ പാടില്ലെന്ന്. സ്റ്റാൻലി അതിന് സമ്മതിക്കുന്നില്ലെന്നാണ് വാശി. ബാലചന്ദ്രമേനോൻ തുറന്നടിച്ചു. ഇതിൽ വാശിയുടെയും തർക്കത്തിൻ്റെയും കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ മകളുടെ വിവാഹം തീരുമാനിക്കാൻ
ധാർമ്മിക അവകാശം അവളുടെ അപ്പനായ എനിക്കാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സ്റ്റാൻലി തൻ്റെ നിലപാട് വ്യക്തമാക്കി. മോളെ, നീയാണ് തീരുമാനം എടുക്കേണ്ടവൾ. നീ പ്രായപൂർത്തിയായി വന്നവളാണ്. അറിവും പക്വതയുമുള്ളവളാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന തീരുമാനത്തിലുള്ള അവകാശം നിനക്കുണ്ട്, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അലീന രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരും തമ്മിൽ നീരസത്തിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അലീനയുടെ മുഖത്ത് വല്ലായ്മ പടർന്നു. നീ തന്നെ തീരുമാനിച്ചോ? ബാലചന്ദ്രമേനോൻ വിഷയം അലീനയ്ക്ക് വിട്ടുകൊടുത്തു. മനുവിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് പറയണം. നിന്നെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണ് അവൻ. അവനെ കുരങ്ങ് കളിപ്പിച്ച് വേദനിപ്പിക്കരുത്. നീ കൈവിട്ടുവെന്ന് വെച്ച് അവൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നൊന്നും പേടിക്കണ്ട. കുറച്ച് വിഷമിച്ചേക്കും. സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. സ്റ്റാൻലിയുടെയും ബാലചന്ദ്രമേനോൻ്റെയും നോട്ടം അവളുടെ മുഖത്തേക്ക് ആഞ്ഞു. അലീന നിസ്സഹായതയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇങ്ങനെയൊരു പ്രതിസന്ധി ഇത്ര വേഗം തൻ്റെ മുമ്പിൽ രൂപം കൊള്ളുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.